ഇതെവിടുന്ന എല്ലാവരും കൂടി? ഞങ്ങളൊന്നും ക്ഷേത്രത്തിൽ പോയിട്ടുള്ള വരവാ. ഇന്നെന്താ പ്രത്യേകത? എന്താന്ന് നീ തന്നെ പറ. ആരുടെയെങ്കിലും പിറന്നാളാണോ? അമ്മയുടേത് ജനുവരിയിലല്ലേ, അത് കഴിഞ്ഞു. അച്ഛമ്മ ചിങ്ങമാസം, ചേച്ചി തുലാം, അത് വരുന്നതല്ലേ ഉള്ളൂ. ഇനിയും ഉണ്ടല്ലോ അവിടെ ഒരാള് കൂടി. ആര്? ഞാനോ? എന്നെ അങ്ങനെ കണക്കി കൂട്ടിയിട്ടുണ്ടോ? നിന്റെ കൂട്ടാതെ പിന്നെ നീയും എന്റെ മോളല്ലേടി. ഇന്ന് നിന്റെ പിറന്നാളാ. ഓ, എന്നിട്ട് എനിക്ക് വേണ്ടി എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? നിന്റെ എല്ലാ ദോഷങ്ങളും തീരാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. എനിക്കിപ്പോ അങ്ങനെ ദോഷമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നും ഇല്ലാതിരിക്കട്ടെ. ദേ മോൾ ഇത് കയ്യിക്കട്ടെ. എന്താ ഇത്? നിനക്ക് ഒരുപാട് ദോഷങ്ങളുള്ള സമയ ഈ ചരട് കെട്ടിയ എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകും. കെട്ടിക്കോ സത്യ. അമ്മയും അച്ഛമ്മല്ലേ പറയുന്നത്, കെട്ടിക്കോ സത്യ. ദോഷം മാറാനല്ലേ കെട്ടിക്കോ സത്യ. കെട്ടുമോളെ, നീ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം ഇത്. ഇനി താമേ കൈ നീട്ട്. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. എനിക്കും. നിനക്കെന്താടി, സമാധാനം ആയില്ലേ? ആ ഉണ്ട്. നിങ്ങൾ ഇങ്ങി വന്നേ, ഓട്ടോ വെയിറ്റ് ചെയ്യാ. എന്നാ പിന്നെ നിങ്ങളുടെ ജോലി നടക്കട്ടെ. വാമേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ മോളെ. ശരി അച്ഛമ്മ. എന്തായി? അവൾ വർക്ക്ഷോപ്പിലുണ്ട്. എന്തോ ഏലസോ കൂടോത്രോ ഒക്കെ അവളെ തള്ള കൊണ്ടുവന്ന് കയ്യിൽ കെട്ടുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഇന്നത്തോടെ അവളുടെ ഏർപ്പാട് തീർക്കണം. MLA പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നല്ലതാ. എനിക്ക് അവളുടെ മുമ്പിൽ വരാൻ പറ്റില്ല. അതാ ഞാൻ മാറി നിൽക്കുന്നത്. സത്യയുടെ മരണത്തിന് പിന്നിൽ ഞാനുണ്ടെന്ന് ഒരിക്കലും അവിടുത്തെ ആ പിള്ളേർക്ക് തോന്നരുത്. എന്നെ അവിടെ വെച്ച് കണ്ട ആ ഇക്രു, കുരുവി തുടങ്ങിയ കുറെ എണ്ണമുണ്ട്. അവർക്കൊക്കെ എന്നെ അറിയാം. അളിയ, നീ പേടിക്കണ്ട, ഈ കാര്യം ഞാൻ ഏറ്റു. സത്യയോട് എന്ത് പറയും? എന്തിനാന്ന് ടെൻഷൻ അടിക്കുന്നത്? ഉള്ളതുപോലെ പറയണം. ഞാൻ പറഞ്ഞ അത് അവളെങ്ങനെ? അല്ലെങ്കിൽ പിന്നെ കുറച്ചു കാലത്തേക്ക് നീ ഇവിടുന്ന് മാറി നിൽക്കുക. ഊട്ടിയിലേക്കോ ഗോവയിലേക്കോ പോ. ഞാനിവിടുന്ന് ഒളിച്ചോടണം എന്നാണോ നീ പറയുന്നത്? എന്നാ പിന്നെ ആണുങ്ങളെ പോലെ കാര്യം പറ. പറയാം, പക്ഷേ എങ്ങനെ? നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം തുറന്നു പറ. അവളെ കാര്യം തുറന്നു പറഞ്ഞില്ലേ,
നീ നിന്റെ കാര്യം പറ. പറയല്ലേ? പറയണം. ഇന്ന് തന്നെ കാര്യത്തിനൊരു തീരുമാനമാവണം. ദേ, വിക്രമൻ. ദേ, ദേ, വിക്രമൻ. ഫോൺ എടുക്ക് സത്യ. ഹലോ, ഹലോ. എനിക്ക് സംസാരിക്കണം. സംസാരിക്കാലോ. ഇപ്പൊ വിളിക്കുമെന്ന് നോക്കിയിരിക്കായിരുന്നു. എനിക്ക് സത്യയോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ, അറിയാം. ഞാൻ എവിടെയാ വരണ്ടേ? ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ. മറുപടി ഞാൻ ഇന്ന് തന്നെ പറയാം, ഇപ്പൊ തന്നെ. അപ്പൊ കാണണ്ടേ നമുക്ക്? എന്നാ പറ. നേരിട്ട് പറയാം. ശരി, ഞാൻ എവിടേക്കാ വരണ്ടേ? ഞാൻ നെഹ്റു പാർക്കിനടുത്തുണ്ട്. ആ ശരി, ഞാൻ വരാം. ശരി. എന്നോട് ഐ ലവ് യു പറയാൻ വിക്രമൻ വിളിച്ചടാ. പറഞ്ഞ വിക്രമൻ. ആ, പറഞ്ഞില്ല, പക്ഷെ നേരിട്ട് കാണണോന്ന്. ഞാൻ പോയിട്ട് വരാം. പ്രാർത്ഥിച്ചേക്കണേ. സത്യം മിന്നിച്ചേക്കണേന്ന് പ്രാർത്ഥിച്ചോണം. എടാ ഇക്രു, അതെ ഞാൻ പോയിട്ട് വരാട്ടോ. സുധി, അവളിപ്പോ വരും. വളരെ ശ്രദ്ധിച്ച് വേണം നീ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. പുലർക്കാലത്ത് കണ്ട സ്വപ്നം വലിക്കോടാ. ഒടുക്കം നീ നിന്റെ കാര്യങ്ങൾ മുഴുവൻ സത്യയോട് പറഞ്ഞു കഴിയുമ്പോൾ അവളിനി എന്റെ തലമണ്ട അടിച്ചു പൊളിക്കൂ. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് തീരണം. സത്യയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തോടെ അവസാനിക്കണം. അവളിതെങ്ങനെ താങ്ങുകൊള്ളിയ? നീ വിളിച്ച സന്തോഷത്തിലെ ഓടി വരുവാവും പാവം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എടുത്തു ചാടി ഒന്നും പറയരുത്. എന്തെങ്കിലും ഉദാഹരണത്തിലൂടെ വേണം കാര്യം അവതരിപ്പിക്കാൻ. നീ എന്തെങ്കിലും തുറന്നു പറ സുധി. എനിക്ക് ആലോചിച്ചിട്ടാകെ ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യം ഞാൻ അവളോട് പറയും.
അതവൾ വിശ്വസിച്ചില്ലെങ്കിൽ? ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഈ ഒരു തെളിവ് മതിയാവും സത്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ. എത്തേണ്ട സമയമായല്ലോ അളിയ. സത്യയെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ആ പിള്ളേര് സത്യം പറഞ്ഞ് മുടക്കി കാണും. അവർ പറയുന്ന ഒന്നും സത്യം ഇനി കേൾക്കില്ല. സത്യയോട് എനിക്ക് പ്രണയമില്ലെന്നുള്ള വാക്ക് അതെൻ്റെ വായിൽ നിന്ന് തന്നെ അവൾ കേൾക്കണം. അതുതന്നെയാണ് എൻ്റെ ആവശ്യം. സത്യ അവൾ എത്തിക്കാണ്. നീ ഫോൺ എടുക്ക്. ആ സത്യ, ഞാൻ പാർക്കിനടുത്തുണ്ട്. വിക്രമൻ എവിടെയാ? ഞാനിവിടെ ഉണ്ട്, പാർക്കിംഗ് ഏരിയയിൽ. ശരി, ഞാൻ ദാ എത്തി. അവളിപ്പോ വരും. കർത്താവേ, ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ? ചേച്ചി, വണ്ടി വരുന്നുണ്ടല്ലേ, സൂക്ഷിക്കണ്ടേ? മോള് വാ.
സൂക്ഷിച്ചേ. സൂക്ഷിച്ചേ. പോട്ടെ. ശരി എന്നാ. ചേച്ചി വണ്ടി ഇടിച്ചു. ഓടി വാ. ദേ കൊച്ച്. ഓടി വാ. എന്ത് പറ്റി? വണ്ടി ഇടിച്ചതാ. അയ്യോ ഈ കുട്ടി സത്യ സത്യ എണീക്ക് സത്യ. സത്യ എണീക്ക് സത്യ. സത്യ എഴുന്നേക്ക് സത്യ. എഴുന്നേക്ക് സത്യ. എടാ നത്തോലി നമ്മൾ സത്യ. സത്യ സത്യ എണീക്ക് സത്യ. അവിടെ എന്ത് കുഴപ്പമുണ്ടല്ലോ? കുഴപ്പം? ചേട്ടാ എന്താ പ്രശ്നം? ഒരു പെൺകുട്ടി വണ്ടി ഇടിച്ചു. ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യേട്ടാ. സത്യ 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 എണീക്ക് സത്യ. സത്യ എണീക്ക് സത്യ. സത്യ 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 എണീക്ക് സത്യ. സത്യ എണീക്ക് സത്യ. സത്യ എണീക്ക് സത്യ. സത്യ എണീക്ക് സത്യ. സുധി സത്യ എണീക്ക് സത്യ. മാറിക്ക്. സത്യ എണീക്ക് സത്യ. സത്യ സത്യ. സാറേ ഞങ്ങളുടെ സത്യ. സത്യ എഴുന്നേറ്റ് സത്യ. സത്യ എണീക്ക് സത്യ. സാറേ നമ്മുടെ സത്യ. സത്യ എഴുന്നേക്ക് സത്യ. എണീക്ക് സത്യ. സത്യ എഴുന്നേക്ക്. എന്താടാ പറ്റിയേ? സാറിനെ കാണാൻ ഓടി വന്നതാ. ഏതോ ഒരു തെണ്ടി ഇടിച്ചിട്ട് പൊക്കളഞ്ഞു സാർ. സത്യ സത്യ എണീക്ക് സത്യ. സത്യ സത്യ എണീക്ക് സത്യ. സത്യ നത്തോലി വിടി. സാറേ നമ്മുടെ സത്യ. എടാ നോക്കി നിൽക്കാതെ പൊക്കടാ. പിടിക്ക.
എന്തു പറ്റി? ആക്സിഡന്റ് ആയതാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞങ്ങളുടെ സത്യം എങ്ങനെയല്ലേ രക്ഷിക്കണം സാറേ? സത്യം എത്രയും വേഗം ആശുപത്രിയിൽ വണ്ടി കയറി. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ശരി സാർ.